ഞങ്ങളിപ്പോൾ തയ്യാറാക്കിയത് റേഡിയേറ്റർ കൂളിംഗ് എന്ന പ്രവർത്തനമാണ്. അതായത് ചൂടായ റേഡിയേറ്ററിനെ കാറിനകത്തിരുന്നു കൊണ്ട് തന്നെ തണുപ്പിക്കുക. കാറിനകത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ഇൻഡിക്കേറ്ററിലെ ചുവന്ന ലൈറ്റ് റേഡിയേറ്റർ ഹീറ്റ് ആവുന്നതിനനുസരിച്ച് അതിൻ്റെ ലെവൽ കൂടുന്നതിനനുസരിച്ചും മുകളിലേക്ക് കത്തി കത്തി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സ്റ്റിയറിങ്ങിൽ ഘടിപ്പിച്ചിരിക്കുന്ന സ്വിച്ചിൽ പിതുക്കുമ്പോൾ ഒരു ഓസ് വഴി വെള്ളം പുറത്തേക്ക് പോവുകയും ഒരു ഓസ് വഴി കാറിനകത്ത് തന്നെയുള്ള ഒരു ടാങ്കിൽ നിന്നുള്ള തണുത്ത വെള്ളം എത്തിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഡിക്കേറ്റർ. ഇത് റേഡിയേറ്ററിന് അകത്ത് ഘടിപ്പിച്ചിട്ടുള്ള ഹീറ്റ് സെൻസറുമായി കണക്ട് ചെയ്തിരിക്കുന്നു. അതിനാലാണ് ഇതിൽ ഹീറ്റ് അനുസരിച്ച് ലൈറ്റ് കത്തുന്നത്. ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത് ഒരു ചുവപ്പ് LED ലൈറ്റാണ്. ഇത് ഓൺ ബട്ടൺ സ്വിച്ചാണ്. ഇതിൻ്റെ മെയിൻ പ്രയോഗം എന്ന് പറഞ്ഞാൽ ഇത് പിതുക്കിയതും നമുക്ക് അതിലുള്ള ടാങ്കിൽ ഘടിപ്പിച്ചിരിക്കുന്ന സ്റ്റീൽ പൈപ്പ് വഴി അതിനകത്തേക്ക് തണുത്ത വെള്ളവും പുറത്തേക്ക് ചൂടുവെള്ളവും പോകുന്നു. അടുത്തത് റേഡിയേറ്ററാണ്. ഇത് അതിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറിൻ്റെ വയറാണ്. സെൻസർ ഡയറക്റ്റ് ആ ഇൻഡിക്കേറ്ററിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അടുത്ത റേഡിയേറ്ററിനകത്തേക്ക് തണുത്ത വെള്ളം എത്തിക്കുന്ന സ്റ്റീൽ പൈപ്പാണ്. ഇത് ടാങ്കിൽ നിന്ന് ഡയറക്റ്റ് വെള്ളം ഇതിലേക്ക് ഫില്ല് ചെയ്യുന്നുണ്ട്. അടുത്തത് പുറത്തേക്ക് വെള്ളം എത്തിക്കുന്ന സ്റ്റീൽ പൈപ്പാണ്. അത് സ്വിച്ച് പിതുക്കുമ്പോൾ തന്നെ അകത്ത് ഉള്ള വെള്ളം ചൂടുവെള്ളം പുറത്തേക്കും തണുത്ത വെള്ളം അകത്തേക്കും പോകുന്നു. അതിനാൽ ഇത് ഏറെ സഹായകമാണ്. ഇത് ചൂട് പ്രദേശങ്ങളിൽ നിന്നാണ് ഇത് ഏറെ സഹായകമായിരുന്നത്. തമിഴ്നാട്, രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇത് ഏറെ ഫലപ്രദമായിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് തന്നെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയാണ്. കാറ്, ലോറി, പിന്നെ വലിയ വലിയ വണ്ടികൾ തുടങ്ങിയവർക്കെല്ലാം ഇത് ഉപയോഗമാണ്. ഇപ്പോൾ കൂടുതലും ലോങ് ഡ്രൈവ് പോകുന്ന വണ്ടികളാണ് കൂടുതലും. അതുകൊണ്ട് ഈ റേഡിയേറ്റർ ചൂടാവുന്നത് ഇപ്പോൾ സർവ്വസാധാരണമാണ്. അത് പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കും. നന്ദി, നമസ്കാരം.